ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 15ാമത് പറവൂർ മേഖലാ സമ്മേളനം കേരള കമ്മ്യൂണിക്കേറ്റേഴ്സ് കേബിൾ ലിമിറ്റഡ് ചെയർമാൻ കെ ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ബെന്നി CF പതാക ഉയർത്തി. സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. വ്യക്തിഗത ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാരുടെ ആവശ്യകതയിൽ നിന്ന് ഉരുതിരിഞ്ഞ ഒരു അതുല്യ സംഘടനയാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. അസോസിയേഷന്റെ 15ാമത് പറവൂർ മേഖലാ സമ്മേളനം പറവൂർ PWD റെസ്റ്റ് ഹൌസിൽ മേഖലാ പ്രസിഡന്റ് ബെന്നി CF പതാക ഉയർത്തിയതോടെ ആരംഭിച്ചു. ബെന്നി CFന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ മൺമറഞ്ഞുപോയ വ്യക്തിത്വങ്ങളെ മേഖലാ ജോയിന്റ് സെക്രട്ടറി ജോയ് OA അനുശോചിച്ചു. കഴിഞ്ഞ 100 പതിറ്റാണ്ടുകളായി നമ്മളെ ഇതുവരെ എത്തിച്ച നമ്മുടെ താഴേക്കിടയ്ക്കുള്ള ഓപ്പറേറ്റർമാർ തുടങ്ങി മുകളിലുള്ള സംസ്ഥാന നേതാക്കന്മാരുടെ വരെയുള്ള പ്രയത്നം അത്യന്തം പ്രോത്സാഹനജനകമായ ഒരു കാര്യത്തിൽ കൂടി നടന്നതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഇവിടം വരെ എത്തിയിരിക്കുന്നത്. ഈ കാലയളവിൽ നമ്മൾ കൈവരിച്ച നേട്ടങ്ങൾ അനവധിയാണ്. ഇന്ന് ഏകദേശം 10ഓളം സംരംഭങ്ങളിൽ മുകളിൽ ഇന്ന് KCCL നടത്തുന്നുണ്ട്. 2007 തുടങ്ങിയ KCCL ഇന്ന് ഏകദേശം 1000 കോടി രൂപയിൽ മുകളിൽ ടേൺഓവറുള്ള ഒരു പ്രസ്ഥാനമായി മാറി. മേഖലാ എക്സിക്യൂട്ടീവ് അംഗം അബ്ദുൽ ലത്തീഫ് സ്വാഗതം പറഞ്ഞു. ഒരു 19 കൊല്ലം മുമ്പ് ഡിജിറ്റലൈസേഷൻ വരുന്ന സമയത്ത് ഏതിലോട്ട് ആരുടെ കൂടെ നിൽക്കണം, ഏതിലോട്ട് പോകണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ. നമ്മള് ടോണി ചേട്ടന്റെ അടുത്ത് പോയി അവിടുന്ന് ഒരു സിഗ്നൽ എടുക്കാൻ ശ്രമിച്ചു. കുന്നുകര ലത്തീഫിന്റെ അടുത്ത് പോയി അവിടുന്ന് ഒരു സിഗ്നൽ എടുക്കാൻ ശ്രമിച്ചു. ആ സമയത്തെല്ലാം നമ്മൾക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധിച്ചു. നമ്മൾ കേരള വിഷൻ എന്ന ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കാം എന്നുള്ള നമ്മുടെ ആ നിമിഷത്തെ തീരുമാനം ഇന്ന് നമ്മൾ 1000 കോടിയിലധികമുള്ള ടേൺഓവർ വരുന്ന ഒരു കമ്പനിയുടെ ഭാഗമാകാൻ നമുക്ക് സാധിച്ചത് നമ്മളുടെ ഈ നേതാക്കന്മാരുടെ കഠിനാധ്വാനത്തിന്റെയും നമ്മളുടെ എല്ലാവരും സഹകരണത്തിന്റെയും ഭാഗമായി മാറ്റങ്ങളെ ഉൾക്കൊണ്ടു നീങ്ങിയാൽ എല്ലാ മേഖലയിലും വിജയം കൈവരിക്കാൻ സാധിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ KCCL ചെയർമാൻ കെ ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു. നമ്മൾ പുതിയ വർഷം ആരംഭിച്ചിട്ട് ഏതാനും ദിവസങ്ങളായിട്ടു. ഈ ഒരു പുതിയ വർഷം ഓരോ പുതിയ വർഷവും നമുക്ക് ഓരോരോ പ്രതിജ്ഞകളുണ്ടാവും. നമ്മുടെ നാട്ടിലെ പൊതുവായിട്ടുള്ള സ്ഥിതി അതൊന്നുമല്ല. ഞാനീ പറഞ്ഞ കൊച്ചു കൊച്ചു സ്വപ്നങ്ങളോ ചെറിയ ചെറിയ ആവശ്യങ്ങളോ ഒന്നും അല്ല നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനം സാങ്കേതിക രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങളാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അതിവേഗമുള്ള വിസ്ഫോടനാത്മകമായ രീതിയിലുള്ള വളർച്ചയും മാറ്റങ്ങളാണ് നാട്ടിലുണ്ടാകുന്നത്. ഈ കഴിഞ്ഞ 3.5 ലക്ഷം വർഷങ്ങൾ കൊണ്ട് ഇത്തിഹാസം ലഭിക്കുന്ന ആകെ അറിവുകൾ, ആകെയുള്ള ഇൻഫർമേഷൻസ് ഉണ്ടാക്കിയിട്ടുള്ള അറിവുകളുടെ നേരെ ഇരട്ടി കഴിഞ്ഞ 10 വർഷം കൊണ്ട് വെച്ച് ആർജിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം എന്താണ് അതിന്റെ ഒരു ലെവൽ എന്ന് പറയുന്നത്. ശാസ്ത്രജ്ഞരൊക്കെ പറയുന്നത് ഈ കഴിഞ്ഞ 10 വർഷം ഉൾപ്പെടെയുള്ള ആകെയുള്ള അറിവിന്റെ ഇരട്ടിയാവാൻ ഇനി വെറും 5 വർഷം മതിയാവും. ഈ മാറ്റങ്ങൾ ഉൾപ്പെടെ കാലങ്ങൾ ഉണ്ടാകുന്നു ചരിത്രത്തിൽ പറയാം. അവരതിന്റെ മാറ്റത്തിനോടൊപ്പം നയിച്ചു പോകാൻ കഴിയില്ലാത്ത ആളുകളായി മാറ്റം ഉൾക്കൊള്ളുന്നവരോ അവരായിരിക്കും ചരിത്രം തീരുമാനിക്കും, ചരിത്രം നിർണ്ണയിക്കുന്നത് അവരായിരിക്കും. മേഖലാ സെക്രട്ടറി ഷിയാസ് റഹ്മാൻ പ്രവർത്തന റിപ്പോർട്ടും മേഖലാ ട്രഷറർ NV ജിനൻ സാമ്പത്തിക റിപ്പോർട്ടും അനിൽ CF ഓഡിറ്റ് റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി ബിജു ജോസഫ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രജനീഷ് PS, ജില്ലാ പ്രസിഡന്റ് ഷിബു KN, സംസ്ഥാന കമ്മിറ്റി അംഗം സുധീഷ് പട്ടണം, മേഖലാ നിരീക്ഷകൻ TS സന്തോഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് സണ്ണി സേവിയർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി KR രാജീവ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കേരളത്തിൽ KCB പോൾ റെന്റിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള റൈറ്റ് ഓഫ് വേ നടപ്പാക്കണമെന്നും സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ സംസ്ഥാനമായ കേരളത്തിൽ പൊതു ഇടങ്ങളിൽ സ്വന്തം വീട്ടിലെ ഇന്റർനെറ്റ് കണക്ഷൻ ഉപയോഗിച്ച് സുരക്ഷിതമായ സൗജന്യ വൈഫൈ ലഭ്യമാക്കുന്നതിന് കേരള വിഷന്റെ KV കണക്ട് പദ്ധതി വ്യാപകമാക്കാൻ സംസ്ഥാന സർക്കാർ സഹകരിക്കണമെന്ന് സമ്മേളനം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മേഖലാ നിരീക്ഷകൻ TS സന്തോഷ് വരണാധികാരിയായി പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. COA പറവൂർ മേഖലാ പ്രസിഡന്റായി ജിനൻ NV, വൈസ് പ്രസിഡന്റായി വേണു TC, സെക്രട്ടറിയായി ബെന്നി CF, ജോയിന്റ് സെക്രട്ടറിയായി ജോയ് OA, ട്രഷററായി ലത്തീഫ് MA, കൂടാതെ കമ്മിറ്റി അംഗങ്ങളായി ഷിയാസ് റഹ്മാൻ, ഷിബു KN, ഉണ്ണികൃഷ്ണൻ, സിവിൻ സേവിയർ എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ പറവൂർ. ദിവാങ്കോട്ടും സോഫ സെറ്റുകളും ഡൈനിങ് ടേബിളുകളും ചെയറുകളും ബെഡുകളും എല്ലാം പറവൂർ എങ്ങും കിട്ടാത്ത ബെസ്റ്റ് പ്രൈസിലാണ് ഇവിടെ കൊടുക്കുന്നത്. സ്റ്റീലരമാരകൾക്ക് മാത്രമായ ഒരു ഷോറൂം തുറന്നിട്ടുണ്ട്. ഇവിടെ ബജാജിന്റെ EMI സൗകര്യവും ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഉള്ളവർക്ക് വരെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കോട്ടെ. കളത്തുങ്കൽ ഫർണിച്ചർ ആണ്.